നിയമസഭയിൽ ഏതായാലും ആഗോള അയ്യപ്പ സംഗമമാണ് ഇന്ന് ചർച്ചയ്ക്കുള്ള വിഷയമാകാൻ പോകുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. സുജു ടി ബാബു ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. സുജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനീഷ. പമ്പാ തീരം ഒരുങ്ങിക്കഴിഞ്ഞു. 3 പ്രധാന വേദികളും സുസജ്ജമായി. 3000-ലധികം പ്രതിനിധികളാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും അവിടെ ഓക്കെ ആണല്ലേ? തീർച്ചയായിട്ടും വിനീഷ, പമ്പാ തീരം ആഗോള അയ്യപ്പ സംഗമത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നാളെ രാവിലെ 9:30 കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുക. 3 വേദികളായി വ്യത്യസ്ത സെമിനാറുകൾ ഒരേ സമയത്ത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഈ സെമിനാറുകൾ തന്നെയാണ്. കാരണം വിശ്വ തീർത്ഥാടനത്തിന് വേദി ഒരുക്കൽ കൂടിയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം. അതിൽ 3 സെമിനാറുകൾ ഇതൊക്കെയാണ്: ശബരിമല മാസ്റ്റർ പ്ലാൻ വികസനം, സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട്, തീർത്ഥാടന കാലത്തെ സുരക്ഷയും തിരക്കു നിയന്ത്രണവും, അതായത് ക്രൗഡ് മാനേജ്മെൻറ്റ്. ഈ 3 കാര്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമലയുടെ ഭാവി വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടാണ് മാസ്റ്റർ പ്ലാൻ്റെ വികസനം. അത് 2019 മാസ്റ്റർ പ്ലാൻ വരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ ആദ്യത്തെ മാസ്റ്റർ പ്ലാൻ അംഗീകാരം ലഭിക്കുന്നില്ല. പിന്നീട് ഇപ്പോൾ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ അവതരിപ്പിച്ച മാസ്റ്റർ പ്ലാൻ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ മാസ്റ്റർ പ്ലാനിനെ പറ്റിയുള്ള ഒരു സമഗ്രമായ ചർച്ച, അതിൽ തീർത്ഥാടകർക്ക്, അയ്യപ്പ ഭക്തർക്ക് എന്താണ് അതിൽ പറയാനുള്ളതെന്ന് സർക്കാരിന് അറിയേണ്ടതായിട്ടുണ്ട്. അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയങ്ങൾ കൂടി നടപ്പാക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കും. മറ്റൊന്ന് സ്പിരിച്വൽ ടൂറിസം സർക്യൂട്ട്. മൂന്നാമതായി ഞാൻ പറഞ്ഞു വന്നത് തീർത്ഥാടന കാലത്തെ സുരക്ഷ, അതായത് ക്രൗഡ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം, ശബരിമലയെ സംബന്ധിച്ചോളവും എക്കാലവും വിവാദങ്ങളിൽ പെടുന്നത് ശബരിമലയിലൂടെ ക്രൗഡ് മാനേജ്മെൻറ്റ്, അതായത് തിരക്ക് നിയന്ത്രണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പലപ്പോഴും ദേവസ്വം ബോർഡും സർക്കാരുകളൊക്കെ പഴി കേട്ടായിരുന്നു. കഴിഞ്ഞ തീർത്ഥാടന കാലഘട്ടത്തിൽ പരാതികളോ പരിഭവമോ ഒന്നുമില്ലാതെ മുമ്പോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ എങ്ങനെയാണ് വിദഗ്ധരായുള്ള ആളുകൾ, അതുപോലെ തീർത്ഥാടകരായി എത്തുന്ന അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികൾക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്? അതിൽ സർക്കാർ ഏറ്റവും വിശാലമായ ജനാധിപത്യ സ്വഭാവത്തോടെ സംഘടിപ്പിക്കുന്നത്. ലോകം മുഴുവനും അതിൻ്റെ രജിസ്ട്രേഷനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു. അതായത് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള പ്രതിനിധികൾക്കും പങ്കെടുക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയും രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചുകൊണ്ട് 3000-ലധികം ആളുകളെ പങ്കെടുപ്പിക്കുകയാണ്. അതായത് വേണമെങ്കിൽ ദേവസ്വം ബോർഡിന് ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമമൊന്നും വിളിച്ചു കൂട്ടാതെ വേണമെങ്കിൽ മാസ്റ്റർ പ്ലാനും ഈ ക്രൗഡ് മാനേജ്മെൻറ്റൊക്കെ ഏകപക്ഷീയമായി സർക്കാരിന് വഴി സഹകരിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാം. പക്ഷേ അങ്ങനെയല്ല. സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ നേതാക്കളെയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കളെയും മന്ത്രിമാരെയൊക്കെ വിളിക്കുകയും സാധാരണക്കാരായ അയ്യപ്പ ഭക്തരെ, അതായത് തീർത്ഥാടകരെ ക്ഷണിക്കുകയും വിളിച്ചു ചേർത്തൊരു ആഗോള അയ്യപ്പ സംഗമം വിളിച്ചു ചേർത്ത ശേഷം ഇത് നടപ്പാക്കാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒരു ജനാധിപത്യമാണ്. ഞാൻ പറയുന്നതിൽ ചില മിസ്റ്റേക്കുണ്ട്. സർക്കാർ എന്നല്ല, ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുടെ 75ാം വാർഷികത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. അങ്ങനെ സർക്കാർ ദേവസ്വം ബോർഡ് ഏറ്റവും വിശാലമായ ജനാധിപത്യമായ രീതിയിൽ അതിൻ്റെ 75ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തീർത്ഥാടകർ, ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമല ക്ഷേത്രം. 1200-ലധികം ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട്. ആ ക്ഷേത്രങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നതാണ് ആഗോള അയ്യപ്പ സംഗമവും ശബരിമലയുടെ വികസനവും. എന്തായാലും ശബരിമലയുടെ വികസനത്തിന് ഉതകുന്ന ഒരു ആഗോള അയ്യപ്പ സംഗമമായിരിക്കും പമ്പയിൽ നാളെ നടക്കാൻ പോകുക വിനീഷ.